തൃശൂർ പൂങ്കുന്നം ഉദയാനഗറിലെ ഫ്ളാറ്റിൽ താമസക്കാരല്ലാത്ത 73 പേരെ NDA വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തതായി LDF നേതാക്കളുടെ പരാതി. ഉദയനഗറിലെ ഇൻലാൻഡ് അപ്പാർട്ട്മെന്റിലാണ് താമസക്കാരില്ലാത്ത 73 പേരെ പുതിയതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ NDA നേതാക്കൾ ചേർത്തിരിക്കുന്നതെന്നാണ് ആരോപണം. LDF നേതാക്കൾ അപ്പാർട്ട്മെന്റിൽ വോട്ടേഴ്സ് ലിസ്റ്റ് നൽകാനായി എത്തിയപ്പോഴാണ് ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയത്. തുടർന്ന് അസോസിയേഷൻ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ലിസ്റ്റിൽ പേരുള്ള 73 പേർ ഇവിടുത്തെ താമസക്കാരല്ലെന്നും ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റിന്റെ നമ്പറിൽ പോലും പലരുടെയും പേരുള്ളതായും കണ്ടെത്തിയത്. നേതാക്കൾ അറിയിച്ചതനുസരിച്ച് വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. BLO ഓരോരുത്തർക്കും നേരിട്ടെത്തി ലിസ്റ്റ് നൽകണമെന്നിരിക്കെ 73 സ്ലിപ്പും BLO ഒരുമിച്ച് അപ്പാർട്ട്മെന്റിൽ ഏൽപ്പിച്ചു പോയതായും കണ്ടെത്തി. ഇത്തരത്തിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി ക്രമക്കേട് നടന്നിട്ടുള്ളതായി സംശയിക്കുന്നതായും കർശന പരിശോധന നടത്താൻ എല്ലാ ബൂത്ത് തലങ്ങൾക്കും നിർദ്ദേശം നൽകിയതായും ഒരാളെ പോലും കള്ളവോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്നും LDF നേതാവും കൗൺസിലറുമായ PK ഷാജൻ പറഞ്ഞു. ഇൻലാൻഡ് എന്ന സ്ഥാപനത്തിൽ 2-3 പ്രാവശ്യമായിട്ട് പ്രവർത്തകർ കയറി ഇറങ്ങിയപ്പോൾ 73 വോട്ടർമാരെ കാണാനില്ല. ആരാണെന്ന് പിടികിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഒരു ഫ്ലാറ്റിൽ നോക്കിയപ്പോൾ താമസക്കാരില്ല, അവർ മാറിപ്പോയി. അവിടെയുണ്ട് 9 വോട്ട് ചേർത്തിരിക്കണം. ഇവിടെ താമസിക്കുന്ന ആർക്കും ഇങ്ങനൊരു കാര്യം അറിയില്ല. BLO നേരിട്ട് കൊടുക്കേണ്ടത് അവരെ കാണാതെ വന്നപ്പോൾ ഇവിടെ ഏൽപ്പിച്ചു പോയി. സ്വാഭാവികമായും ഇത് മനസ്സിലാവും, ഇത് കള്ളോട്ട് ചേർത്തിട്ടുള്ളതാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കള്ളോട്ട് ചേർത്തിയ ഒരാളെയും വോട്ട് ചെയ്യാനായിട്ട് അനുവദിക്കില്ല. യഥാർത്ഥത്തിൽ വോട്ടർമാർ മാന്യമായി ചെയ്യുന്നതിൽ ഈ കള്ളോട്ടർ വന്ന് പിന്നെ ആകെ അന്തരീക്ഷം മോശമാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നമ്മൾ അനുവദിക്കില്ല. സംഭവം അറിഞ്ഞ LDF നേതാക്കളായ KP രാജേന്ദ്രൻ, KK വത്സരാജ് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. TCV തൃശൂർ.